ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇവിടങ്ങളിൽ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ആ ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴി. ഇറങ്ങാൻ എളുപ്പമായിരിക്കും, തിരിച്ച് കയറാനായിരിക്കും പാട്. വഴി ഇത് തന്നെയാണെന്നറിയില്ല. അതാണ് ബീച്ച്. ശരിക്കും ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ള പ്ലേസൊക്കെ. അപ്പം ഇടയ്ക്ക് വെച്ച് പറയാമെന്ന് വിചാരിക്കുന്നത്, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണം. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എത്തുന്നതായിരിക്കും. ജോലിയുടെ ഭാഗമായിട്ട് എപ്പോഴും വീഡിയോസ് ഇടാൻ കഴിയത്തില്ല എന്നെനിക്കറിയാം. എങ്കിലും ദയവേത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യേണ്ടതാണ്. ഇതാണ് താഴെ കാണുന്നതാണ് ബീച്ച്. ഇതാണ് ആ സ്ഥലം. ഇവിടെ പാമ്പിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പാമ്പ് ഇല്ലെന്നാണ് പറയുന്നത്. അപൂർവമായിട്ട് കാണാം, പക്ഷേ അത് വിഷമുള്ളതൊന്നുമല്ല. അതുകൊണ്ട് അതിലൊന്നും ആരും പേടിക്കണ്ട. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ചാക്കാണി, സിന്ധിപ്പേടെന്ന് പറയത്തില്ലേ, നമ്മളെ ഈ പാർഗാലി. അത് ഏകദേശം ഒരു വിരലിനേക്കായി വലുപ്പത്തിൽ ഏകദേശം ഒരു അരയടി നീളത്തിനൊക്കെ ഇവിടെ കാണും. അത് കടിച്ചാൽ ശാവത്തൊന്നുമില്ല, പകരം അത് ഭയങ്കര വിഷമാണ്, കാലനക്കാൻ പാടാണെന്ന്, 1 മാസം ബെഡ് റെസ്റ്റ് വേണമെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ പകുതിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥലം ഇതാണ്. ഏത് വഴിയാണ് പോകേണ്ടതെന്ന് അറിഞ്ഞിട്ട് ഞാൻ ബാക്ക് ക്യാമറ എടുക്കാം. ഇതാണ് താഴോട്ടുള്ള ബീച്ച്. നേരെ നടന്നില്ലെങ്കിൽ താഴെ പാറയൊക്കെ. പക്ഷെ ഏത് ഭാഗത്തോട്ടാണ് സൺസെറ്റ് കാണാൻ പോകേണ്ടതെന്ന് അറിയില്ല. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നോക്കി നടന്നില്ലെങ്കിൽ കാലിൽ മിക്കവാറും അത് കടിക്കും. ഇവിടെ അങ്ങ് അടുത്തൊരാൾ പോലും ഇല്ല വിളിച്ചവരെ. ഇവിടെ പിന്നെ തേങ്ങയ്ക്കൊരു ക്ഷാമമില്ല. തേങ്ങ ആർക്കും വേണ്ടതാണ്. ഇവിടെ ഒന്നും ചോറും കറിയും വെക്കുന്ന ആൾക്കാരൊന്നുമില്ല. എല്ലാവരും കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിയും. കൂടുതലും ഒരു കടയിലൊക്കെ ഇവിടെ താന്ന് പോകണം. പഴയ സോൾ ഓഫ് കേരള കിടപ്പുണ്ട്. നോക്കി കയറിയില്ലെങ്കിൽ വീഴാൻ ചാൻസ്. ഇതാണ് ഇവിടുത്തെ ദ്വീപ്. ഇടയ്ക്കിടയ്ക്ക് കയറിയ റിസ്ക്കാണ്. ശരിക്കുള്ള വഴി പോലും അറിയത്തില്ല. എന്നാ വഴി ഓർമ്മ ഉണ്ടായാൽ മതിയായിരുന്നു. ഇതാണ് സ്ഥലം. ഒരു പാറപ്പുറം കിട്ടി. ഇപ്പോൾ ഇതാണ് ജുറാസിക് പാർക്കിലെ സ്ഥലം. ദിനോസർ ഇപ്പോൾ വരും. പക്ഷേ ഇത് ശരിക്കും വീഡിയോ കൂടെ കണ്ടാൽ നിങ്ങൾക്ക് ആ ഫീൽ വരുമെന്ന് അറിയത്തില്ല. നല്ല സൂപ്പർ കാറ്റുമാണ്, നല്ല തണുത്ത കാറ്റുമാണ്. ഒരു 10-25 വർഷത്തിനൊക്കെ മുന്നേ നാട്ടും പുറത്ത് എങ്ങനെ എൻ്റെ ചെറുപ്പകാലത്ത് ചിലവഴിച്ച അതുപോലുള്ള കാറ്റും അതേ തണുത്ത കാറ്റും. തെങ്ങൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തുള്ള ഇല്ലെങ്കിൽ വേറെ ടൈപ്പുള്ള ചെടികളും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. കാലഘട്ടത്തിലോട്ട് പോവും നമ്മുടെ മനസ്സ്. ശരീരം പോവില്ല, കാര്യം വയസ്സായി തുടങ്ങി. അപ്പം നമുക്ക് ഇനി ഏത് വഴിയാണ് സൺസെറ്റ് കാണുന്ന പ്ലേസ് പോകണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിനകത്ത് ഇറങ്ങി പെട്ടുപോയി. ഇതിനകത്തിറങ്ങി പെട്ടുപോയി. ഇനി തിരിച്ച് കയറണം. ഇതുവഴിയൊന്നും കയറാനുള്ള വഴിയൊന്നുമില്ല. മുകളോട്ട് പാറ ഉരുണ്ട് വീണാൽ നോക്കാൻ പോലും ആളില്ല. ഞാൻ വണ്ടി ലോഡ് ഇറക്കിയിട്ട് കുറേ അങ്ങ് താഴോട്ട് ഇറങ്ങി വന്നു. സ്ഥലമൊന്ന് ചെക്ക് ചെയ്തൊന്ന് വീഡിയോ എടുക്കുക കണക്കാക്കി. നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. കാട്ടിൽ കൂടെ ഒക്കെ പോകും. പക്ഷേ ഇവിടെ ആമ കാണും കേട്ടോ. ആമ കാണാൻ ചാൻസ്. ഇതാണ് ആ സ്ഥലം. എനിക്കൊന്ന് കാറ്റിൻ്റെ സൗണ്ടൊക്കെ എനിക്കൊന്ന് വീഡിയോ ഓണാക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് സ്ഥലം.
കുടിയന്മാർക്ക് പറ്റിയ സ്ഥലമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവിടെ നിന്ന് കുടിച്ചിട്ട് കയറിപ്പോകാൻ പറ്റില്ല, പറഞ്ഞുകൊണ്ട് തലയിടിക്കും. പിന്നെ നമ്മളെ ആൾക്കാരല്ലേ, നമ്മളെ മലയാളി എടുത്ത് കളിച്ച പാറ വരെ തോപ്പിച്ച് നമ്മൾ കയറും, അത് വേറെ. ഏത് വഴിയാണ് കറക്റ്റ് ഇറങ്ങുന്നത് എനിക്കറിയില്ല ഫ്രണ്ട്സ്. അപ്പം തൽക്കാലം ഉള്ളതാണ് സൺസെറ്റ് ഒന്നും എനിക്കറിയത്തില്ല. രാത്രി ഒന്നും ഈ ഭാഗത്ത് വരാൻ ചാൻസ് ഇല്ല, വന്ന് തിരിച്ചെറുപ്പുണ്ട് സന്ധ്യയ്ക്ക്. ഇപ്പോൾ വഴി വന്നത് കറക്റ്റായിരുന്നു, ഞാൻ അവിടുന്ന് ഷോർട്ടായിട്ട് താഴോട്ട് എവിടെ ഇറങ്ങി, അതിൽ പറ്റിപ്പോയതാണ്. ഒരു കല്ലങ്ങളാക്കി. നമ്മളിങ്ങ് മുകളിലോട്ട് കയറി, ഫുള്ള് കയറിയില്ല. നല്ല അണപ്പുണ്ട്. ശരീരം അനങ്ങേണ്ടതാണ് ഗൈസ്, അണപ്പൊന്നും ശ്രദ്ധിക്കണ്ട. പക്ഷെ ഇത് എനിക്ക് അതുവഴി അങ്ങനെ മുകളിലോട്ടാണ് പോകേണ്ടത് തോന്നുന്നത്. അറിഞ്ഞൂടാതെ വലിഞ്ഞു കയറി എന്തെങ്കിലും സംഭവിച്ചു ഇവിടെ വിളിച്ചാൽ പോലും ദൂരം രക്ഷിക്കാൻ വരെ ആളില്ല. സപ്പോസ് വണ്ടി പാർക്ക് ചെയ്ത് കണ്ട് അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് രാത്രിയാവും. കാരണം ഞാൻ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന കുറച്ച് ദൂരമായിട്ടാണ്, ലോഡ് എടുക്കുന്നിടത്തോട്ട്. അവിടെ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് എങ്കിലും അവർ തിരക്ക് വന്ന ഒരു പക്ഷേ കിട്ടിയേക്കാം, പക്ഷെ അപ്പോഴത്തേക്ക് രാത്രിയാവും. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യ. ഇറങ്ങിയ വഴി മറന്നുപോയി ഗായ്സ്. ഇവിടെ വിളിക്കാനാണെങ്കിൽ ഫോണിൽ റേഞ്ചും ഇല്ല. സാരമില്ല, തപ്പി കണ്ടുപിടിക്കാം. മെയിനായിട്ട് ഇപ്പോഴൊക്കെ ജീവനക്കായി വലുത് എല്ലാവർക്കും വീഡിയോ ആണ് മെയിൻ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഏത് വഴിയാണ് വന്നതെന്നൊരു പിടിയില്ല. ഞാൻ കറങ്ങിയത് അതുവഴി ഇറങ്ങി കറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ താഴോട്ട് പോകാനാണ് ചാൻസ്. ഇങ്ങോട്ട് പോകാൻ വഴിയില്ല, ഇങ്ങോട്ട് മൊത്തം പാറ. അപ്പോൾ ഉറപ്പായിട്ടും ആ സൈഡിൽ കൂടെ ആയിരിക്കും വന്നത്. അതൊരു 10-15 മിനിറ്റ് മെനക്കെട്ട കിട്ടും വഴി. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, മറന്നു പോകരുത്. ഇവിടെ പഠിച്ച് കാണിച്ചു തരാം. ആ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നായിരിക്കും വന്നത്. കാര്യം ഇങ്ങോട്ടെല്ലാം വലിയ പാറകളാണ്, ഈ ഭാഗത്തോട്ട് വരാൻ ചാൻസ് കുറവാണ്. ഇത് കടലാണ്, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല നീല നിറത്തിലാണ്. തറയൊക്കെ നല്ല വൃത്തിയായി കാണാം. പക്ഷെ അത് അങ്ങോട്ട് ഇറങ്ങണം, അങ്ങോട്ട് ഇറങ്ങുന്ന റിസ്ക്കാണ്. കൂടെ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങിയാണ്. പക്ഷെ അല്ലാതെ ഇറങ്ങുന്ന റിസ്ക് പിടിച്ച പണിയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ. പിന്നെ വേറെ മൃഗങ്ങളൊന്നുമില്ല, കുരങ്ങില്ല, പന്നിയില്ല, കടുവ, സിംഹം, പുലി ഒന്നുമില്ല. ഒരു ദ്വീപാണ്, ദ്വീപ്. ഇവിടെ ആകെപ്പാടെ ഉള്ളത് ഈ സിന്ധിപ്പേട്ട എന്ന് പറഞ്ഞ ഈ ചാക്കാണിയും. മൃഗങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഇഴജന്തുക്കളിൽ ചാക്കാണിയൊക്കെ ഉള്ളു, അല്ലാതെ മൃഗങ്ങളായിട്ട് ഇവിടെ ഒന്നുമില്ല. പന്നിയൊക്കെ ഉള്ളത് വളർത്തു പന്നികളാണ് കൂട്ടിൽ. അല്ലാതെ ഒരു കാടാണെങ്കിൽ ഇവിടെ വേറെ ഐറ്റമൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ടും ഇറങ്ങി നടക്കാം. പിന്നെ ആ ചാക്കാണി പേടിച്ചാൽ മതി, അത് കടിച്ചാൽ ഭയങ്കര വിഷമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, വലുതൊന്നും കണ്ടിട്ടില്ല. ഏകദേശം ഒരു 1.5 ഇഞ്ചിൽ കൂടുതൽ കനമുള്ളതും കണക്കൊന്നും അറിയത്തില്ല. കുറച്ച് ഇത്തിരി വലുത് നോർമലി നമ്മളെ റബ്ബറൊക്കെ ഉള്ളിടത്തുള്ള കറുത്ത അട്ടയുണ്ടല്ലോ, വലിയ അട്ട, ഏറ്റവും വലിയ അട്ട ശബരിമലയിലൊക്കെ കാണും. അതേപോലത്തെ, അതിനേക്കാൾ സ്വല്പം കൂടി വലുപ്പമുള്ളത് വരെ കണ്ടിട്ടുള്ളൂ. അതിലും വലുപ്പമുള്ളതുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ഞാൻ കണ്ടിട്ടില്ല, കാണണമെന്ന് താല്പര്യമില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സൺസെറ്റ് കാണുന്നത്, സൺറൈസ് കാണുന്നതൊക്കെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി പെട്ടുപോയ പണി കിട്ടും. അതൊക്കെ അതിൻ്റെ ആൾക്കാർക്ക് അറിയാമല്ലോ, ഇവിടെ ആരുമില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ തിരിച്ചു പോവുകയാണ്. അതാണ് ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, മറന്നു വരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സൈഡ് സീനൊക്കെ കാണിച്ചു തന്നില്ല ഞാൻ, അല്ലേ? ഓക്കെ എന്നാൽ ബൈ.